ഈശോയുടെയും മറിയത്തിൻ്റെയും സാന്നിധ്യത്തിലാണ് യൗസേപ്പ് മരിച്ചതെന്നാണ് നമ്മുടെ പാരമ്പര്യം. മരണക്കിടക്കയിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥന, ഈശോ മറിയം യൗസേപ്പെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണം. അപ്പോൾ അവസാന ശ്വാസം വരെ ഈ ദൗത്യം യൗസേപ്പ് പൂർത്തിയാക്കി. പ്രതിരോധകനാണ്. മക്കള് തിരിച്ചു ഭവനമെത്തുമോളം അപ്പൻ വളരെ ശ്രദ്ധാലുവായി ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും. ക്രിസ്ത്യാനി എന്ന നിലയിൽ ബീങ് എ ഫെയ്ത്ത്ഫുൾ, ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും നിങ്ങളെ മറ്റുള്ളവരെ കളിയാക്കിയിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാകണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ. അപ്പൊ അതിനെ കാഴ്ചവെക്കുക, അതിനെ നല്ല സഹനമായി കർത്താവിന് കാഴ്ചവെക്കുക. അവിടെ എതിർക്കാനോ വഴക്കടിക്കാനോ ഒന്നും പോകണ്ട. ക്രിസ്ത്യാനി എന്ന പേരിൽ നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ കുരിശിൽ ഭാഗഭാക്കാകാൻ കിട്ടുന്ന അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. എല്ലാ ദൈവനിന്ദയിൽ നിന്ന്, ദൈവദൂഷണത്തിൽ നിന്ന് കർത്താവിന്റെ നാമത്തെ, കർത്താവിനെ പ്രതിരോധിക്കാൻ കർത്താവിന്റെ മക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. സഭയുടെ ശിരസ്സായ മിശിഹായെ ആക്രമിക്കാൻ ശത്രുക്കൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിനുത്തരം കൊടുക്കുകയും കൗണ്ടർ അറ്റാക്ക് എന്നതിനേക്കാൾ ഉപരി പ്രതിരോധം നൽകുകയും ചെയ്യുന്ന ഒരു വിശ്വാസ ശൈലി, അതിന് മാതൃകയും നമുക്ക് നല്ല മധ്യസ്ഥനുമാണ് യൗസേപ്പ് എന്ന് ഓർക്കണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 14-ാമത്തെ ദിവസം. യൗസേപ്പ് പിതാവിനെ ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന 33 ദിവസത്തെ യാത്ര 2 ആഴ്ച പിന്നിടുകയാണ്. ഇടയ്ക്ക് പറയാറുള്ളൊരു കാര്യം വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് സാധാരണ പതിവുള്ള ടോക്കുകൾ പോലെയല്ല യൗസേപ്പ് പിതാവിൻ്റെ പ്രതിഷ്ഠയുടെ ചിന്തകളെന്ന് എനിക്കറിയാം. അങ്ങനെ ഇൻഫർമേഷൻസ്, ടീച്ചിങ്സ് കുത്തി നിറച്ചുള്ള ഒരു ശൈലിയല്ല. മറിച്ച് 1-2 പലപ്പോഴും ഒരു മെയിൻ തീം നമ്മളിങ്ങനെ സാവകാശമെടുത്ത് ധ്യാനിച്ച്, പ്രാർത്ഥിച്ച്, റിഫ്ലക്റ്റ് ചെയ്ത് അത് പ്രതിഷ്ഠാജപത്തിൻ്റെ നേരത്ത് കാഴ്ചവെച്ച് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, കൂടുതൽ യൗസേപ്പ് പിതാവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞത് കണക്ക് നമ്മുടെ ചാനലിലുള്ള കഴിഞ്ഞ വർഷം നൽകിയ 10 ദിവസം എടുത്തു നൽകിയ പ്രബോധനം, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാൻ കിട്ടും. യൗസേപ്പിനെ കൂടുതൽ അറിയാൻ കിട്ടും അതിൽ നിന്ന്. അതുകൊണ്ട് അതെടുത്ത് കാണുക എന്നതാണ്. ഒരു പക്ഷേ ഓരോ ദിവസവും ഇത് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ എപ്പിസോഡ് 1 തൊട്ട് ഇങ്ങനെ 10 വരെ ഓരോന്നോരോന്നായിട്ട് ഒറ്റയടിക്ക് മുഴുവൻ കാണണ്ട. കാരണം അല്പം ദൈർഘ്യമുള്ള എപ്പിസോഡ്സാണ്. അതിൻ്റെ ഒരു ഭാഗം കാണുക, പോസ് ചെയ്യുക, അടുത്ത ദിവസം അതിൻ്റെ ബാക്കി കാണുക. അപ്പോൾ കൂടുതൽ ധ്യാനം നടക്കും ഇതിനോട് ചേർത്ത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യൗസേപ്പ് പിതാവ് ഡിഫൻഡർ ഓഫ് ക്രൈസ്റ്റ്. അതിനെ നമ്മൾ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ മിശിഹായുടെ സംരക്ഷകനെന്നോ മിശിഹായുടെ പ്രതിരോധകനെന്നോ അർത്ഥം വരും. ഈശോയെ പാലിച്ചവൻ, ശത്രുക്കളിൽ നിന്ന് ഈശോയെ പ്രതിരോധിച്ചവൻ, പ്രതിരോധകൻ, സംരക്ഷകൻ, ഡിഫൻഡർ ഓഫ് ക്രൈസ്റ്റ് ആണ് യൗസേപ്പ് പിതാവ്. അതായത് ഫ്രം ദ മൊമെന്റ് ഏഞ്ചൽ റിവീൽഡ് ഹിസ് മിഷൻ, മാലാഖ വന്ന് യൗസേപ്പിന് ഈ ദൗത്യം ഭരമേൽപ്പിച്ച മൊമെന്റ് തൊട്ട് ഈശോയുടെ മടിയിൽ കിടന്ന് മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ തൻ്റെ അവസാനത്തെ ശ്വാസം എടുക്കുന്നത് വരെ ഒന്നോർത്ത് നോക്കിയേ. മാലാഖ ഈ ദൗത്യം ഏൽപ്പിച്ച നേരം തൊട്ട് ഈശോയുടെയും മറിയത്തിൻ്റെയും സാന്നിധ്യത്തിലാണ് യൗസേപ്പ് മരിച്ചതെന്നാണ് നമ്മുടെ പാരമ്പര്യം. എന്താ അങ്ങനെ പറയാൻ കാര്യം? അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് മറിയത്തെ യോഹന്നാന് ഏൽപ്പിക്കേണ്ടി വന്നത്. യൗസേപ്പ് ഉണ്ടായിരുന്നെങ്കിൽ യൗസേപ്പ് നോക്കുമായിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പഠിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കുരിശു മരണത്തോളം ദൈവം യൗസേപ്പിനെ ആയുസ് കൊടുക്കാതിരുന്നതെന്ന്. അതിന് നല്ലൊരു ഉത്തരം നമ്മുടെ പഴയ എപ്പിസോഡ്സിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ട് ഈ ദൈവം യൗസേപ്പിനെ നേരത്തെ വിളിച്ചു എന്നത്. അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ യൗസേപ്പിനെ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെന്ന് വിളിക്കുന്നത്. എന്താ കാര്യം? മറിയത്തിൻ്റെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ മരിച്ചവനാണ് യൗസേപ്പ്. അതുകൊണ്ടല്ലേ മരണക്കിടക്കയിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥന, ഈശോ മറിയം യൗസേപ്പെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണം. അപ്പോൾ അവസാന ശ്വാസം വരെ ഈ ദൗത്യം യൗസേപ്പ് പൂർത്തിയാക്കി. പ്രതിരോധകനാണ്, ഈശോയ്ക്ക് സംരക്ഷകനാണ്,
പ്രതിരോധകനാണ്. ഡിഫെൻഡഡ് ഹിം ഫ്രം എനി ത്രെറ്റ്. കർത്താവിൻ്റെ നേരെ വരുന്ന എല്ലാത്തിൽ നിന്നും ശിശുവായ ബാലനായ യുവാവായ ഈശോയെ സംരക്ഷിച്ചത് യൗസേപ്പാണ്. നമ്മൾ ലുത്തീനിയയിൽ പ്രാർത്ഥിക്കുന്ന ഒന്ന് സെലസ് ഡിഫെൻഡർ ഓഫ് ക്രൈസ്റ്റ്. അത് ലാറ്റിനിൽ ക്രിസ്തി ഡിഫെൻസോർ സെദൂലെ എന്നാണ്. അതായത് ഡിലിജന്റ് അല്ലെങ്കിൽ വാച്ച്ഫുൾ ഡിഫെൻഡർ ഓഫ് ക്രൈസ്റ്റ്. ശ്രദ്ധയോടെ ഈശോയെ പ്രതിരോധിക്കുന്നവൻ, പാലിക്കുന്നവൻ, വാച്ച്ഫുൾ, വളരെ ശ്രദ്ധയോടെ കർത്താവിനെ കാക്കുന്നവനാണ് യൗസേപ്പ് പിതാവ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ യൗസേപ്പ് പിതാവ് ഇന്ന് എന്താ ചെയ്യുന്നത്? ഇന്ന് യൗസേപ്പ് പിതാവ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയം വരുന്നത്. അതായത് യൗസേപ്പ് പിതാവിൻ്റെ ഈ പറ്റേണൽ മിഷൻ ഉണ്ടല്ലോ, പിതൃസഹജമായ ഈ ദൗത്യം, മകനെ, തനിക്ക് ഏൽപ്പിക്കപ്പെട്ടവനെ പാലിക്കുക, സംരക്ഷിക്കുക, പ്രതിരോധിക്കുക എന്നത് അത് അവസാനിക്കുന്നില്ല. കാരണം മക്കള് തിരിച്ച് ഭവനമെത്തുവോളം അപ്പൻ വളരെ ശ്രദ്ധാലുവായി ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും. ഫാദേഴ്സ് വർക്ക് ഈസ് നെവർ ഫിനിഷ്ഡ് അണ്ടിൽ ഹിസ് ചിൽഡ്രൻ ആർ സേഫ്ലി ഹോം. ഭവനമെത്തുവോളം. അപ്പോൾ ഈശോയുടെ കാര്യത്തിൽ സ്വർഗത്തിൽ പിതാവിൻ്റെ സവിധത്തിലായിരിക്കുന്ന ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗാരോഹണം ചെയ്ത ഈശോയെ ഇനി യൗസേപ്പ് സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഭൂമിയിലായിരുന്നു ആ ദൗത്യം ഏൽപ്പിച്ചത്. അപ്പോൾ ഈ യൗസേപ്പിൻ്റെ സംരക്ഷകൻ എന്ന, പ്രതിരോധകൻ എന്ന ദൗത്യം ഈശോയെ സംബന്ധിച്ച് ഇനി അത് ആവശ്യമില്ല. അപ്പോൾ യൗസേപ്പ് അത് ആർക്കു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇനിയും ഭവനമെത്താത്ത യൗസേപ്പിൻ്റെ മക്കൾക്ക് വേണ്ടി. ഈശോ ഭവനമെത്തി, എൻ്റെ അപ്പായുടെ ഭവനത്തിൽ, സ്വർഗത്തിൽ, എൻ്റെ ഭവനത്തിൽ, പിതാവിൻ്റെ അടുക്കൽ ഈശോ എത്തി. ഈശോ അവിടെ ഇരുന്ന് നമ്മളെ പാലിക്കുന്നു. അപ്പോൾ ഭവനമെത്താത്ത യൗസേപ്പിൻ്റെ മക്കളാരാണ്? നമ്മളാണ്. നമ്മളിപ്പോഴും യാത്രയാണ്. യാത്രയിലായിരിക്കും നമ്മളെ ഭവനമെത്തുവോളം. ഏതാണ് നമ്മുടെ ഭവനം? സ്വർഗം. ഭവനമെത്തുവോളം നമുക്ക് ഒരു സംരക്ഷണം, ഒരു പ്രതിരോധം ആവശ്യമുണ്ട്. ആ സംരക്ഷണം, പ്രതിരോധം നൽകുവാൻ യൗസേപ്പിന് കഴിയും. ഹീ വിൽ ഹെൽപ്പ് യു അണ്ടിൽ യു റീച്ച് ഹോം. ഭവനമെത്തുവോളം യൗസേപ്പ് നിങ്ങളെ കാക്കും. യൗസേപ്പ് നിങ്ങളുടെ ചാരത്തുണ്ടെങ്കിൽ ശരിക്കും പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ, ജീവിതത്തിൻ്റെ അനുദിന വ്യാപാരങ്ങളിൽ നിങ്ങൾ റിയലൈസ് ചെയ്യും, you will have nothing to fear with Joseph at your side. You have nothing to fear with Joseph at your side. യൗസേപ്പ് നിങ്ങളുടെ ചാരത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയക്കേണ്ടി വരില്ല. കാരണം ഈശോയെ ഭൂമിയിൽ പ്രതിരോധിച്ചവനാണ് യൗസേപ്പ്. സൃഷ്ടാവിനെ, മേക്കർ ഓഫ് യൂണിവേഴ്സിനെ കരങ്ങളിലെടുത്തവനാണ് യൗസേപ്പ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കാര്യം, ജോസഫ് വിൽ ഹെൽപ്പ് യു ടു ഡിഫെൻഡ് ക്രൈസ്റ്റ്. ഈ കാലത്തും മിശിഹായെ പ്രതിരോധിക്കാൻ യൗസേപ്പ് നിങ്ങളെ സഹായിക്കും. ഹി വിൽ ടീച്ച് യു ഹൗ ടു ഡിഫെൻഡ് ക്രൈസ്റ്റ്. കർത്താവിനെ പ്രതിരോധിക്കാൻ എങ്ങനെ സാധിക്കും? അതായത് എന്താണ് ഈ കർത്താവിനെ പ്രതിരോധിക്കുക എന്നത് മനസ്സിലാക്കി തരാം. ക്രിസ്ത്യാനി എന്ന നിലയിൽ ബീയിങ് എ ഫെയ്ത്ത്ഫുൾ, ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും ബീയിങ് എ ഫെയ്ത്ത്ഫുൾ you might have ridiculed, you might have mocked. നിങ്ങളെ മറ്റുള്ളവർ കളിയാക്കിയിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാകണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ. അപ്പോൾ അതിനെ കാഴ്ചവെക്കുക, അതിനെ നല്ല സഹനമായി കർത്താവിന് കാഴ്ചവെക്കുക. അവിടെ എതിർക്കാനോ വഴക്കടിക്കാനോ ഒന്നും പോകണ്ട. ക്രിസ്ത്യാനി എന്ന പേരിൽ നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ കുരിശിൽ ഭാഗഭാക്കാകാൻ കിട്ടുന്ന അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. എന്നാൽ കർത്താവിൻ്റെ നാമത്തെ, കർത്താവിനെ അപകീർത്തിപ്പെടുത്താൻ, ഇകഴ്ത്താൻ ഒരാൾ ശ്രമിക്കുമ്പോൾ യു മസ്റ്റ് ആക്ട് ആസ് ദ ഡിഫെൻഡർ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ രക്ഷയുടെ നാമത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. ഡിഫെൻഡ് the person and name of Jesus Christ against all blasphemy, insult and sacrilege. എല്ലാ ദൈവനിന്ദയിൽ നിന്ന്, ദൈവദൂഷണത്തിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തെ, കർത്താവിനെ പ്രതിരോധിക്കാൻ കർത്താവിൻ്റെ മക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതായത് കർത്താവിനെ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് വരുന്നതാണ് സഭയുടെ പ്രതിരോധകരാകണം. ഇന്ന് നമുക്കൊരു ഗ്രൂപ്പ് വളർന്നു വരുന്നുണ്ട്, വിശ്വാസ പ്രതിരോധകർ, ഡിഫെൻഡേഴ്സ് ഓഫ് ഫെയ്ത്ത്, അപ്പോളജറ്റിക് ഫെയ്ത്ത്.
നമുക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന വിശ്വാസം. സഭയുടെ ശിരസ്സായ മിശിഹായെ ആക്രമിക്കാൻ ശത്രുക്കൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിനുത്തരം കൊടുക്കുകയും കൗണ്ടർ അറ്റാക്ക് എന്നതിനേക്കാൾ ഉപരി പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ ശൈലി. അതിന് മാതൃകയും നമുക്ക് നല്ല മധ്യസ്ഥനുമാണ് യൗസേപ്പ് എന്ന് ഓർക്കണം. ടു ഡിഫെൻഡ് ദ ചർച്ച് ഈസ് ടു ഡിഫെൻഡ് ക്രൈസ്റ്റ്. ഇന്ന് സഭയെ അപമാനങ്ങൾക്ക്, നിന്ദകൾക്ക് വിട്ടുകൊടുക്കരുത് പ്രിയമുള്ളവരെ. ഇന്ന് ആ ശൈലിയുണ്ട്. ഈശോയെ ഇഷ്ടമാണ് എല്ലാവർക്കും. പക്ഷേ സഭയെ നിന്ദാപമാനങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. കർത്താവിൻ്റെ സഭയെ, സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്, കർത്താവിൻ്റെ ശരീരമാണ് സഭ എന്ന് തിരിച്ചറിയണേ. ടു ഡിഫെൻഡ് ദ ചർച്ച് ഈസ് ടു ഡിഫെൻഡ് ക്രൈസ്റ്റ്. സഭയെ ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കുക എന്നാൽ മിശിഹായെ തന്നെ പ്രതിരോധിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രതിരോധകയാകുവാൻ, സംരക്ഷകയാകുവാൻ യൗസേപ്പ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇതിന് 2 ഡൈമെൻഷൻസ് ഉണ്ട്. ഒന്ന്, യൗസേപ്പ് നൽകുന്ന ആ സംരക്ഷണം, പ്രതിരോധം നമ്മൾ അനുഭവിക്കണം. 2, യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യ ശക്തിയാൽ ആ പ്രതിരോധം നമ്മൾ പഠിച്ചെടുക്കണം. സഭയുടെ ശിരസ്സായ മിശിഹായുടെ പരിശുദ്ധ നാമത്തെ അപമാനങ്ങളിൽ നിന്ന്, നിന്ദകളിൽ നിന്ന് പ്രതിരോധിക്കാൻ സഭയുടെ മക്കൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് തിരിച്ചറിയണം. ഈ വിചാരങ്ങളോടുകൂടി ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് ഒരുമിച്ച് പ്രതിഷ്ഠാജപം തിരുമുമ്പാകെ ചൊല്ലി യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.